Mamma's dishwash liquid. Soft on hands. കേന്ദ്ര സർക്കാരിനും യോഗി സർക്കാരിനും നിലവിൽ കൊറോണയല്ല വിഷയം. കൊറോണയേക്കാൾ മാരക വിഷമാണ് നിലവിൽ അവരുടെ അരികിലേക്ക് എത്തി നിൽക്കുന്നുള്ളത്. പറഞ്ഞു വരുന്നത് 2012 നിർഭയ കേസ് സംഭവിച്ച സമയത്ത്, നിർഭയ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട സമയത്ത് നിലവിലെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഒരു കാര്യം പറഞ്ഞിരുന്നു: സ്ത്രീകളുടെ ജീവന് പുല്ലുവിലയോ, അവരെ ആര് സംരക്ഷിക്കും എന്ന്. അതേ വാക്ക് തന്നെയാണ് യോഗി സർക്കാരിലെ MLA-മാർ, യോഗി സർക്കാരിലെ ദളിത് MLA-മാർ തിരിച്ച് യോഗിയുടെ മുഖം നോക്കി ചോദിക്കുന്നത്: സ്ത്രീകളുടെ ജീവന് പുല്ലുവിലയോ, അവരെ ആര് സംരക്ഷിക്കും എന്ന്. അതിന്റെ കൂടെ അവർ ഒന്നുകൂടി പറയുന്നുണ്ട്: ദളിതർ വേട്ടയാടപ്പെടുമ്പോൾ പോലീസും സർക്കാരും നോക്കി നിൽക്കുകയാണ് എന്ന്. 14 MLA-മാർ രൂക്ഷമായ ഭാഷയിൽ തന്നെ മാധ്യമങ്ങളോട് തുറന്നടിച്ചു പറയുന്നു: സർക്കാരിന്റെ ഈ നീക്കം പരാജയമാണ് എന്ന്. പ്രതിപക്ഷത്തിന്റെ വാദങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, പാർട്ടിക്കകത്തുള്ള MLA-മാർ, യോഗിയുടെ വിശ്വസ്തരായിട്ടുള്ള MLA-മാർ തന്നെ മാധ്യമങ്ങളോട് തുറന്നടിച്ചു പറയുകയാണ്: ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന്. എന്തുകൊണ്ടാണ് എന്നുള്ളത് അവർ പറയാതെ പറയുന്നുണ്ട്. കാരണം 19 വയസ്സുകാരിയെ പീഡിപ്പിച്ചത് സവർണരാണ്, ബ്രാഹ്മണന്മാരുടെ മക്കളാണ്. അതാണ് പ്രശ്നം. അല്ലായിരുന്നുവെങ്കിൽ നടപടിയെടുത്തേനെ, അല്ലായിരുന്നുവെങ്കിൽ അവരെ വെടിവെച്ച് കൊന്നേനെ. പക്ഷേ ഇത് തൊടാൻ പറ്റില്ല. ഇതിനകത്ത് ബ്രാഹ്മണന്മാരായിട്ടുള്ള അഥവാ സവർണരായിട്ടുള്ള MP-മാരോ MLA-മാരോ മാത്രമല്ല UP-യിലുള്ളത്, മറിച്ച് ദളിതന്മാരായിട്ടുള്ള MLA-മാരുമുണ്ട്. ഞങ്ങളുടെ കണ്ണിൽ ഇവരൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷേ ഇപ്പോഴും ജാതീയത നിലനിൽക്കുന്നുണ്ട്. നിങ്ങളൊന്ന് നോക്കുക, യോഗി സർക്കാർ അധികാരത്തിലേറിയത് വെറും സവർണരുടെ വോട്ട് കൊണ്ടല്ല, തുച്ഛമായ സവർണരുടെ വോട്ട് കൊണ്ടല്ല, മറിച്ച് ആ വോട്ട് ബാങ്കുകളിൽ ദളിതരുടെ വോട്ടുണ്ട്. ദളിതരുടെ ഒരു വലിയ വോട്ട് ബാങ്ക് തന്നെ BJP സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ സ്വന്തമാക്കിയപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ചില MLA-മാരുണ്ട്. അവരാണ് പറയുന്നത്: ഞാനൊരു ദളിതനാണ്, പക്ഷേ എൻ്റെ പിന്നിലുള്ള ആളുകൾക്ക് സംരക്ഷണം നൽകാൻ യോഗി സർക്കാരിന് സാധിക്കുന്നില്ല എന്ന്. രൂക്ഷമായ പ്രതികരണമാണ് നിലവിൽ മാധ്യമങ്ങളിലൂടെ ഇവരൊക്കെ വിളിച്ചു പറയുന്നുള്ളത്. ഏത് രീതിയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വന്തം തട്ടകത്തെ തന്നെ, അതായത് താൻ ഏതൊരു തട്ടകത്തിലാണോ ഉള്ളത് ആ തട്ടകമായിട്ടുള്ള BJP-യെ തന്നെ, യോഗി സർക്കാരിനെ തന്നെ കുറ്റപ്പെടുത്തിയിട്ട് MLA-മാർ രംഗത്ത് വരുന്ന അതീവ ദയനീയമായ പരിതാപകരമായ കാഴ്ച കണ്ട് യോഗിയുടെ കഥ തീർന്നിരിക്കുകയാണ്. കാരണം യോഗിയെ കൊണ്ട് ഒരു ചുക്കും UP-യിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിന്റെ നേർസാക്ഷ്യം അവിടെയുള്ള ജനങ്ങളും യോഗിയും തന്നെ മനസ്സിലാക്കിയിരിക്കുന്ന വളരെ അവർക്ക് ദുഃഖകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് നിലവിൽ അവരും അവരുടെ പാർട്ടിയും കടന്നു പോകുന്നുള്ളത്. ആകെ പെട്ടുകിടക്കുകയാണ്. കോൺഗ്രസ് ഭരണകാലത്ത് ഇവരെന്തൊക്കെ വിളിച്ചു പറഞ്ഞോ അതൊക്കെ ഇന്നും നടക്കുന്നുണ്ട് എന്ന് ദളിത് MP-മാർ വിരൽ ചൂണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ യോഗി ആകെ വിയർത്തു കുളിക്കുകയാണ്. 19 വയസ്സുകാരിക്ക് നീതി ലഭിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. മമ്മാസ് ഡിഷ് വാഷ് ലിക്വിഡ് ഉള്ളപ്പോ കുറച്ച് ചാടയൊക്കെ ആവാടോ. Mamma's dishwash liquid. Soft on hands.